സഹജീവികളെ സ്നേഹിക്കുക. നമ്മളെപ്പോലെ നമ്മുടെ ജീവിതത്തെ പോലെ ഉയർത്തിക്കൊണ്ടുവരാൻ, അതായത് ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരെ നമ്മുടെ ജീവിതത്തെ പോലെ തന്നെ അവരുടെ ജീവിതവും ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. ചിലപ്പോഴൊക്കെ ചില ആൾക്കാരുടെയൊക്കെ ജീവിതത്തിൽ ദൈവസ്പർശമായി എത്താൻ നമ്മളെയും ചിലപ്പോൾ ദൈവം തന്നെയായിരിക്കാം നിയോഗിച്ചിരിക്കുന്നത്. ദൈവതുല്യരായ കാരുണ്യ പ്രവർത്തകർക്കൊപ്പം ഞങ്ങളും എന്ന ഈ ഒരു പുതിയ പ്രോഗ്രാമിലേക്ക് VMTV ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹസ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡെയിൽ വ്യൂ എന്ന പ്രസ്ഥാനത്തിൻ്റെ മുന്നിലാണ്. അതെ, ഡെയിൽ വ്യൂ എന്ന ചാരിറ്റി പ്രസ്ഥാനം. ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒട്ടനവധി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീടും പാവപ്പെട്ട കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് വിവാഹമെന്ന ഭാഗ്യം ലഭിച്ചതും, അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന് ഇവയിലെല്ലാം അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരു മുക്തി നൽകാനായി ഡി അഡിക്ഷൻ സെൻറ്റർ സ്ഥാപിക്കുകയും ഈ ഒരു കൊച്ചുനാടിന് അന്താരാഷ്ട്ര ലെവലിൽ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോയ ക്രിസ്തുദാസ് അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതി ഡെയിൽ വ്യൂ ഫൗണ്ടേഷൻ, അതിൻ്റെ പ്രവർത്തനങ്ങളും വിശേഷങ്ങളുമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആയിരത്തി 1978 ക്രിസ്തുദാസ് സർ, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ജെ ശാന്താദാസ്, ഇരുവരുടെയും നേതൃത്വത്തിൽ സൃഷ്ടിച്ച ഒരു വലിയ സ്ഥാപനം പുനലാൽ എന്നുള്ള ഈ ഒരു കൊച്ചു കുഗ്രാമത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കാൻ ഡെയിൽ വ്യൂ എന്ന ഈ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. സാമൂഹിക സേവന രംഗത്ത് ഇപ്പോഴും തങ്ങളുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോവുകയാണ് ഡെയിൽ വ്യൂ എന്ന ഈ ഒരു ഫൗണ്ടേഷൻ. ഡെയിൽ വ്യൂ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തുടങ്ങുന്നത് 1978 അന്നാണ് ക്രിസ്തുദാസ് എന്ന് പറയുന്ന ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി പുനലാൽ എന്ന് പറയുന്ന ഈ കുഗ്രാമത്തെ ലോക പ്രശസ്തിയിലേക്ക് ഉയർത്താൻ വേണ്ടി ആരംഭിച്ച ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം. അത് പുനലാൽ മഹിളാ സമാജം എന്ന പേരിലാണ് ആദ്യം ആരംഭിക്കുന്നത്. കുറച്ച് സ്ത്രീകളെ കൂട്ടി വളരെ ചെറിയ ഒരു സംരംഭമായി തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് സ്കൂളും കോളേജും ഡി അഡിക്ഷൻ സെൻ്ററും ഒക്കെ ആയിട്ട് വളർന്ന് വികസിക്കുകയായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഡെയിൽ വ്യൂ കെയർ പോയിൻ്റ് എന്ന് പറയുന്ന ഈ ഹോസ്പിറ്റൽ ആരംഭിക്കുന്നത്. അതുവരെയും അദ്ദേഹം കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു. തുടർന്ന് അദ്ദേഹം ഇവിടെയുള്ള എല്ലാ ഗ്രാമങ്ങളിലും അദ്ദേഹത്തിൻ്റെ പല പ്രോജക്റ്റുകളുമായിട്ട് സന്ദർശനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായതാണ് ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മദ്യപാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റുമായിട്ട് പല ഗ്രാമങ്ങളിലും സന്ദർശിച്ചപ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരിടാൻ കഴിഞ്ഞു. അപ്പോഴൊക്കെയും അദ്ദേഹത്തിന് മനസ്സിലായത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തേണ്ട പല വ്യക്തികളും ഈ ഒരു മദ്യപാനം മൂലം ഒരുപാട് പിന്നിലോട്ടായിപ്പോകുന്നതായിട്ട് പല കുടുംബ പ്രശ്നങ്ങൾക്കും അത് കാരണമാകുന്നതായിട്ട് മനസ്സിലായതിനു ശേഷമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തി നേടിയ ഒരു സ്ഥാപനമാണ് ഡെയിൽ വ്യൂ കെയർ പോയിൻ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ മേഖലകളിലായിരുന്നു. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും. ഈ രണ്ട് മേഖലകളിലുമാണ് അദ്ദേഹം പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. സ്കൂൾ കഴിഞ്ഞിട്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കോളേജ് ആരംഭിച്ചു. ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വിദ്യാർത്ഥികളെന്ന് പറയുന്നത് അവർ ഒരുപാട് ഉയരങ്ങളിലെത്തത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസം നേടിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഒരു 30 വർഷത്തിലധികമായി ഡി അഡിക്ഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നു.
ഇതിനകത്തുനിന്ന് 10,000-കണക്കിന് ആൾക്കാരാണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി വളരെ സന്തോഷകരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തുടങ്ങുന്ന സമയത്ത് സാധാരണയായിട്ട് ഈ പാർപ്പിടമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. സാനിറ്ററി സൗകര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഞാൻ ശ്രമിച്ചത്. അന്ന് ഇത്രയും ഒരു വികസനമൊന്നും ഇതിന് വന്നിട്ടില്ല, ഇത്രയും ഫണ്ടൊന്നും അതിനുണ്ടായിട്ടില്ല. ആ സമയത്ത് അദ്ദേഹം ഗ്രാമങ്ങളിൽ വീട് വെച്ച് കൊടുക്കുക, സാനിറ്ററി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെയാണ് ആദ്യകാലത്ത് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ പഠിപ്പിക്കുന്നതിന്, നിർധനരായ കുട്ടികൾക്ക് ഫീസില്ലാതെ പഠിപ്പിക്കുന്നതിനായിട്ട് സ്കൂളിലും കോളേജുകളിലും ഇപ്പോഴും അദ്ദേഹം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഡി അഡിക്ഷൻ സെൻ്ററിലാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് അദ്ദേഹം ചികിത്സ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും ഇപ്പോൾ ക്രിസാന്ത കെയർ എന്നുള്ള പേരിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സ്കൂളും കോളേജും ഡി അഡിക്ഷൻ സെൻ്ററും ഒക്കെ അദ്ദേഹത്തിൻ്റെ 3 മക്കളാണ് അതിൻ്റെ സാരഥ്യം നേടുന്നത്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനെ ലിബിൻദ സാറാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ. ഞാൻ ഒരു 1992 ഇവിടെ വരുന്നത്. അന്ന് കൃഷ്ണദാസ് സാറും ശാന്ത മാഡവുമാണ് ശരിക്കും ഈ എല്ലാ സ്ഥാപനങ്ങളും നോക്കി നടത്തിയിരുന്നത്. കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഓരോ സ്ഥാപനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മക്കളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് പിന്നെ അടുത്ത തലമുറയ്ക്ക് അദ്ദേഹം അവസരം കൊടുക്കുകയും പുതിയ അവരൊക്കെ കുറേ കൂടെ വിദ്യാഭ്യാസം നേടുകയും കുറേ കൂടെ ലോകപരിചയം നേടുകയും ചെയ്തു. അപ്പോൾ അവർ പുതിയ പല കാര്യങ്ങളും സ്ഥാപനങ്ങളിൽ കൊണ്ടുവരാനും അങ്ങനെ ഇത് എല്ലാ തരത്തിലും ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയരാൻ സാധിച്ചത് തന്നെ ഈ മക്കളും എല്ലാവരും കൂടി ചേർന്ന് പ്രവർത്തിച്ചതിന് ശേഷമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ശരിക്കും സമൂഹത്തിൽ എല്ലായിടത്തും സഞ്ചരിക്കുന്നതും കാര്യങ്ങൾ നോക്കുന്നതും കൃഷ്ണദാസ് സാറാണെങ്കിലും ശരിക്കും അദ്ദേഹത്തിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ശാന്ത മേഡമാണ്. ശാന്ത മേഡം വെച്ചാൽ വളരെ കഴിവുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അവരുടെ ഈ സാമൂഹ്യ സേവന രംഗത്ത്. ആ മാഡത്തിൻ്റെ ഒരു കഴിവ് എടുത്തു പറയാനുള്ളതാണ്. മാഡമാണ് ശരിക്കും സാറിൻ്റെ കൂടെ നിന്ന് എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് നല്ലൊരു സപ്പോർട്ട് കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സാമൂഹ്യ സേവന രംഗത്ത് ഈ ഫാമിലി മൊത്തത്തിലാണ് ആദ്യം മുതലേ പ്രവർത്തിച്ചു വരുന്നത്. കൃഷ്ണദാസ് സാറിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇത്രത്തോളം വിനയവും ആൾക്കാരോട് സ്നേഹവുമുള്ള ഒരു വ്യക്തി. ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞ് ഇത്രയും ആൾക്കാരെ സ്നേഹിക്കുന്ന ഒരു വേറൊരു വ്യക്തി നമുക്ക് കാണാനേ സാധിക്കില്ല. അത്രയ്ക്ക് മനുഷ്യത്വമുള്ള ഒരാളാണ്. എന്ത് സഹായം ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാലും എത്ര സഹായിക്കാൻ സാധിച്ചാലും ഏത് തരത്തിലാണെങ്കിലും അദ്ദേഹം അത് പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യും. ആരോടും അദ്ദേഹം ഒരു മുഷിഞ്ഞ മുഖം കാണിക്കുകയോ ഒരു വിരോധം കാണിക്കുകയോ ചെയ്യില്ല. കുറച്ച് നാൾ മുമ്പ് ഇവിടെ ഒരുപാട് പ്രശസ്തരായ വ്യക്തികൾ ഈ സ്ഥാപനം സന്ദർശിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോഴാണ് APJ അബ്ദുൽ കലാം സാർ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞതാണ്, ക്രിസ്തുദാസിനെ പോലെ ഒരു വ്യക്തി ഒരു ഗ്രാമത്തിലുണ്ടെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറിപ്പോകുന്നു. കാരണം അത്രത്തോളം ഈ പുനലാൽ എന്നുള്ള ഗ്രാമം ശരിക്കും പറഞ്ഞാൽ ഒരാളും അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇന്നത് പിന്നെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വളർന്നാൽ എനിക്ക് PSCയുടെ ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ശരിക്കും പുനലാൽ എന്ന ഗ്രാമമാണ് ഉത്തരം. ഒന്ന് നമ്മുടെ രാംനാഥ് കോവിന്ദിൻ്റെ പേരുള്ള ഒരു ലൈബ്രറി, അത് പുനലാൽ ക്യാമ്പസിലാണ് തുടങ്ങിയിരിക്കുന്നത്. മറ്റൊന്ന് APJ അബ്ദുൽ കലാം മ്യൂസിയം, സൗത്ത് ഇന്ത്യയിലെ ഏക മ്യൂസിയമാണ്, അതും ഡെൽവിൻ്റെ ക്യാമ്പസിലാണ്. അപ്പോൾ ഇത് രണ്ടും എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. അതനുസരിച്ച് ഇത് ഒരുപാട് പ്രശസ്തിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൃഷ്ണദാസ് സാറിൻ്റെ ആ ഒരു പ്രവർത്തനം തന്നെയാണ്. ഈ ഗ്രാമത്തെ മുന്നിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ചൊരു ജീവിതമാണ് കൃഷ്ണദാസ് സാറിൻ്റെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എൻ്റെ പേര് ശ്യാം എന്നാണ്. ഞാനിപ്പോൾ ഡെയിലി കമ്മ്യൂണിറ്റി കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. ഞാനിവിടേക്ക് ആദ്യകാലത്ത് 18 വർഷം ജോലി ചെയ്ത് പിന്നെ സർക്കാർ സർവീസിലേക്ക് ജോലി കിട്ടിപ്പോയി. അതിനുശേഷം ഇപ്പോൾ വന്നിട്ട് വീണ്ടും 5 വർഷമായി. വീണ്ടും എന്നെ തിരികെ വിളിക്കുമായിരുന്നു ഇവിടേക്ക്. അതിനു മുമ്പ് അവരെ ആത്മാർത്ഥമായി അവരുടെ ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു സ്ഥാപനത്തിൽ വെച്ച് അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്നെ ഇവിടേക്ക് വിളിച്ചത്. ശ്രീമതി ശാന്താദാസ് കോടി ഇൻ്റർനാഷണൽ കാനഡയിലേക്ക് അഡ്മിഷൻ കിട്ടി പോകുമ്പോൾ അവർ ചെയ്തിരുന്ന ചില ജോലികൾ എന്നെ ഏൽപ്പിക്കുന്നതിലേക്ക് വേണ്ടിയാണ് വിളിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ, അദ്ദേഹം ഡയറക്ടർ ആയിരുന്നില്ല,
നമ്മുടെ ഏവരുടെയും സുഹൃത്തായിരുന്നു. ഇത്ര എളിമയുള്ള വ്യക്തികളെ നമുക്ക് സമൂഹത്തിൽ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ്. കൂടാതെ സാമൂഹ്യ സേവന രംഗത്ത് ഡെയിൽ വ്യൂ എന്ന സ്ഥാപനത്തെ സാമൂഹ്യ സേവന ഭൂപടത്തിൽ അടയാളപ്പെടുത്തുവാൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്നിയും ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ ഡെയിൽ വ്യൂ ഇത്രയും ഉയരത്തിൽ എത്തിയത്. അദ്ദേഹം കാണിച്ചിരുന്ന സന്നദ്ധ മനോഭാവമാണ് ഞങ്ങളിൽ പലരും, ഇന്ന് നിലകൊള്ളുന്ന പലരും പിന്തുടർന്നു പോയിരുന്നത്. അവരുടെ രക്തവും മജ്ജയും മാംസവും അതീവ കഠിനമായി ഒഴുക്കിയതിൻ്റെ ഫലമായി ഇന്ന് നിങ്ങളും നാമും കാണുന്ന ഈ ഡെയിൽ വ്യൂ എന്ന പ്രസ്ഥാനം വളർന്നത്. ഒരു ചെറിയ മുറിയിൽ നിന്ന് ആരംഭിച്ച ഇത് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ കോളേജ്, സ്കൂൾസ്, ട്രാൻസ്ജെൻഡർ പ്രോജക്റ്റ്, കെയർ പോയിൻ്റ് എന്നിങ്ങനെ തുടങ്ങി 100 കണക്കിന് പ്രോജക്റ്റുകളായിട്ട് വളർന്നിരിക്കുന്നു. ഇതിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ സഹായവും ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാത നമുക്കൊരാൾ നമ്മളെ അടുത്തിരിക്കുമ്പോൾ ഉള്ള ആസ്വാദ്യതയേക്കാൾ അവർ കടന്നു പോയ ശേഷം നമുക്ക് പകർന്ന് തന്ന ചില അടയാളപ്പെടുത്തലുകളുണ്ട്. അതിനെ പിന്തുടർന്നാണ് ഞങ്ങൾ ഏവരും പോകുന്നത്. അദ്ദേഹം ഏറ്റവും പകർന്നു തന്നത് സന്നദ്ധ മനോഭാവമാണ് ഞങ്ങളിലേക്ക് പകർന്നത്. അത് എടുത്തു പറയുക എന്ന് പറയുന്നത് ഈ നിങ്ങളിപ്പം പറഞ്ഞതുപോലെ ഇത്തരം സമൂഹത്തിൽ ഏറ്റവും ഇപ്പോൾ കുടുംബങ്ങൾ നേരിടുന്ന ഏറ്റവും ദുരിതപൂർണമായ ഒരു അവസ്ഥയാണ് മദ്യപാനവും മയക്കുമരുന്നിനും അടിമയായവരിൽ നിന്നുണ്ടാകുന്നത്. അവർ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് സൗജന്യമായി സേവനം നൽകുന്നു. അതിലുപരി എനിക്ക് ഏറ്റവും മഹത്തായ തോന്നിയിരുന്നത് ശ്രീമതി ശാന്തദാസ് ഡയാലിസിസിന് വിധേയായിരുന്ന വ്യക്തിയായിരുന്നു അവസാന നാളുകളിൽ. അതേപോലെ ആ മാഡത്തിന് ഒരു മാസം നടത്തുന്ന ഈ ഡയാലിസിസിന് ചിലവാകുന്ന തുക ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഏകദേശം 3000 രൂപ വെച്ച് നൽകി സഹായിക്കുന്നു. അങ്ങനെ ഇതേവരെ 2 വർഷത്തിനിടയിൽ 2 വർഷം 5-ാം തീയതി തികയാണ്. ഇതിനിടയിൽ 33 പേരെ സഹായിച്ചിട്ടുള്ളതായിട്ട് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. അത് ഏറ്റവും രസം വെച്ചാൽ ഇതിൻ്റെ സാരഥ്യം വഹിച്ചിരുന്ന ശ്രീമതി ചാന്ദാദാസിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം സ്ത്രീകളുടെ എംപവർമെൻ്റ് ആയിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് സംയുക്ത എന്നൊരു പ്രോജക്റ്റ് തുടങ്ങുകയും അതിൻ്റെ കീഴിൽ വിവിധ തരം സന്നദ്ധ പ്രവർത്തനങ്ങളോടൊപ്പം അവർക്ക് വിമൻസിന് സ്വയം തൊഴിൽ കണ്ടെത്താനും ഡെസ്റ്റിറ്റ്യൂട്ട് വിമന് വേണ്ടിയിട്ട് ഷെൽട്ടർ ഹോം, കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും കാവൽ പ്രോജക്റ്റ് എന്നിങ്ങനെ നിരവധി പ്രോജക്റ്റുകൾ ഇന്ന് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ നടത്തുന്നു. പക്ഷേ ഇന്ന് നാം കാണുന്ന ഈ കുടുംബശ്രീ പ്രസ്ഥാനം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പ്രസ്ഥാനം തുടങ്ങുകയും ഏകദേശം രാഷ്ട്രീയ മഹിളാഘോഷ് എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ചേർന്ന് സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ അത് ഏകദേശം എൻ്റെ അറിവിൽ ഏകദേശം 80,000-ഓളം പല സംഘടനകൾ വഴി ലോൺ വിതരണം ചെയ്ത് സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴത്തെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് അവർ തുടങ്ങി വെച്ച പാതയിലൂടെ പോവുകയും പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്ട്സും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ കണ്ടുപിടിച്ച പാതയിലേക്ക് തന്നെയാണ് അവരുടെ അടുത്ത തലമുറയായ മക്കളും ആ പാത പിന്തുടരുന്നു. ഓരോരുത്തരും വിവിധ കാര്യങ്ങൾ ചെയ്യുന്നു. അവരൊക്കെ എല്ലാം സോഷ്യൽ വർക്കിലും മറ്റ് മേഖലകളിലും പ്രശസ്ത സേവനം നടത്തുന്നവരുമാണ്. അവരുടെ നിർദ്ദേശത്തിലും അടിസ്ഥാനത്തിലും പോകുന്നു. അവരെല്ലാം അവരുടെ മാതാപിതാക്കൾ പിന്തുടർന്ന പാത തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. സ്റ്റാഫിനോടും അത്രയുള്ള വളരെ സഹകരണ മനോഭാവത്തോടെ പെരുമാറുന്നത് കൊണ്ട് തന്നെ സ്റ്റാഫ് പങ്കെടുക്കാം അവരുടെ പിന്നിലുള്ള സമൂഹവും. എന്നാൽ ഏറ്റവും വിഷമകരമായ ഒരു കാര്യം
ഇന്ന് പലയിടത്തും പല പല പുരസ്കാരങ്ങളും അങ്ങനെയുള്ള പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ശ്രീ ക്രിസ്തുദാസ് അവർക്ക് നമ്മുടെ സമൂഹവും അതുപോലെ തന്നെ കേരളവും അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലും അർഹമായ അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു അംഗീകാരം ഒരുപാട് നിരവധി ചെറിയ ചെറിയ പുരസ്കാരങ്ങൾ കിട്ടിയതിലല്ലല്ലോ. രാജ്യം ആദരിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. അത് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരം നഗരസഭയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതിനു മുമ്പ് ഇപ്പോൾ ഞാൻ ടീച്ചിങ് പ്രൊഫഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒപ്പം റെയിൽവേ കമ്മ്യൂണിറ്റി കോർഡിനേറ്ററായിട്ടും പ്രവർത്തിക്കുന്നു. നമ്മൾ മനുഷ്യരാവുന്നത് സഹജീവികളെ സഹായിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. മനുഷ്യർ എന്നുള്ളതിൽ ഉപരി ദൈവതുല്യരാവുന്നതും അപ്പോൾ തന്നെയാണ്. നമ്മുടെ സഹജീവികളായിട്ടുള്ള മനുഷ്യരുടെ വേദനകൾ കാണുക, അവരെ സഹായിക്കുക. ദൈവതുല്യരായ കാരുണ്യ പ്രവർത്തകർക്കൊപ്പം ഞങ്ങളും എന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു ദിവസം കണ്ടുമുട്ടാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ നന്ദി, നമസ്കാരം.